السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, മങ്കൂസ് മൗലിദ് വിശദീകരണം ഭാഗം 4. അലാഹുവല്ലദി തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം വഫഖറ ബികൗനിഹി വാലിദ. അറിയുക, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മധ്യവർത്തിയാക്കിക്കൊണ്ട് തവസ്സുൽ ചെയ്തുകൊണ്ട് ആദം അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. ശാരീരിക ലോകത്ത് ആ നബി തങ്ങളുടെ പിതാവായതിൽ ആദം അലൈഹിസ്സലാം അഭിമാനിച്ചു. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ നമുക്ക് കാണാം, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. അല്ലാഹു തആല ആദം നബിയെ സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കിയ ശേഷം അല്ലാഹു തോന്നിപ്പിച്ച കലിമത്തുകളെ കൊണ്ട് ആദം അലൈഹിസ്സലാം ദുആ ചെയ്തു. ആ ദുആ അല്ലാഹു കബൂൽ ചെയ്തു. ആ കലിമത്തുകൾ എന്തായിരുന്നു, ആദം അലൈഹിസ്സലാം ദുആ ചെയ്ത ആ വാക്യങ്ങൾ എന്തായിരുന്നു എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ എന്ന് തുടങ്ങുന്ന ദുആ ആണ് എന്ന് പറഞ്ഞ മുഫസ്സിറുകളുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി തങ്ങൾ പറയുന്നത്, ഖാല ബഅ്ദുൽ മുഫസ്സിരീൻ ഫീ ഖൗലിഹി തആല ഫതലഖാ ആദമ മിർ റബ്ബിഹി കലിമാത്തിൻ എന്ന അല്ലാഹുവിന്റെ ഖുർആൻ വാക്യത്തിന് ചില മുഫസ്സിറുകൾ പറയുന്നത്, ഇന്നൽ കലിമാത്ത് ഹിയ തവസ്സുലുഹു ബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അലൈഹിസ്സലാം പറഞ്ഞ ആ കലിമത്തുകൾ നബി തങ്ങളെ കൊണ്ടുള്ള തവസ്സുലാണ് എന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കിയിട്ട് ആദം അലൈഹിസ്സലാം ദുആ ചെയ്തു. ഈ സംഭവം ആണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ മങ്കൂസ് മൗലിദിൽ പറയുന്നത്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ തങ്ങളുടെ പ്രസിദ്ധമായ ഒരു സംഭവം ഉണ്ട്. അബ്ബാസി ഖലീഫയായിരുന്ന അബൂ ജാഫർ അൽ മൻസൂർ അവர்களுമായിട്ട് ഇമാം മാലിക് തങ്ങൾ നടത്തിയ ഒരു ചർച്ച ഖാദി ഇയാൽ തങ്ങളും ഖസ്തലാനി ഇമാം അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്ന ഖലീഫയോട് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ ഖലീഫ, ഈ പള്ളിയിൽ നിങ്ങൾ ശബ്ദം ഉയർത്തി സംസാരിക്കരുത്. കാരണം അല്ലാഹു തആല ഒരു വിഭാഗം ആളുകളെ അദബ് പഠിപ്പിച്ചിട്ടുണ്ട്. ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യി, നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ ശബ്ദത്തേക്കാൾ കൂടുതൽ ഒച്ച ഉയർത്തി സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ അല്ലാഹു അദബ് പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു വിഭാഗത്തെ അല്ലാഹു തആല പ്രശംസിച്ചിട്ടുണ്ട്. അവർ ആരാണ്? ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിതഖ്വാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന ആളുകൾ അവർ തഖ്വയുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പ്രശംസിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത്, മറക്കപ്പുറത്തുനിന്ന് തങ്ങളുടെ അടുത്തേക്ക് തങ്ങളെ മുമ്പിലേക്ക് വരുന്നതിന് മുമ്പ് അപ്പുറത്തുനിന്നേ തങ്ങളോട് സംസാരിക്കുന്ന ആളുകൾ അവർ വിവരമില്ലാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗത്തെ അല്ലാഹു തആല ആക്ഷേപിച്ചിട്ടും ഉണ്ട്. അതിനുശേഷം മഹാനവറുകൾ തുടരുന്നു, റസൂലുള്ളാഹി തങ്ങളെ ഹയാത്തുകാലത്ത് എങ്ങനെയായിരുന്നോ അവിടുത്തെ നമ്മൾ ബഹുമാനിച്ചിരുന്നത്, ഹുർമത്ത് ചെയ്തിരുന്നത്, അതേപോലെ തന്നെ അവിടുത്തെ വഫാത്തിന് ശേഷവും നമ്മൾ റസൂലുള്ളാഹി തങ്ങളെ ഹുർമത്ത് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ ഖലീഫയോട് സംസാരിച്ചപ്പോൾ ആ ഖലീഫ അത് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഖലീഫ ഇമാം മാലിക് തങ്ങളോട് ചോദിച്ചു, ഞാൻ റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്തുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ റൗളയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ ഞാൻ ദുആ ചെയ്യേണ്ടത്, അല്ല ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ടാണോ ഞാൻ ദുആ ചെയ്യേണ്ടത് എന്ന ആ ചോദ്യത്തിന്റെ മറുപടിയിലാണ് നമ്മുടെ വിഷയം. ഖാൽ വലിമ തസ്രിഫു വജ്ഹക അൻഹു, എന്തിനാണ് നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളെ തൊട്ട് മുഖം തിരിക്കുന്നത്? റസൂലുള്ളാഹി തങ്ങളിലേക്ക് തിരിഞ്ഞു തന്നെ ദുആ ചെയ്യാം. കാരണം വഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്കുള്ള വസീലയാണ്. നിങ്ങളെ പിതാവാകുന്ന ആദം അലൈഹിസ്സലാം അവർകൾക്കും ഉള്ള
വസീലയാണ്. റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് ആദം നബി അലൈഹിസ്സലാം തവസ്സുൽ ചെയ്ത് ദുആ ചെയ്തു എന്നതിലേക്കുള്ള സൂചനയായിട്ട് ഇമാം മാലിക് തങ്ങൾ പറയാൻ വസീലത്തു അബീക ആദം അലൈഹിസ്സലാം, നമ്മുടെ പിതാവാകുന്ന ആദം നബിയുടെയും വസീലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ റസൂലുള്ളാഹി തങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ദുആ ചെയ്തോളൂ, റസൂലുള്ളാഹിനെ കൊണ്ട് തന്നെ നിങ്ങൾ ശഫാഅത്ത് തേടിക്കോളൂ എന്ന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മഹുല്ലാ അവർ പറയുന്നുണ്ട്, അവിടുത്തെ അദ്ദുറുൽ മൻസൂർ എന്ന കിതാബിൽ പറയുന്നുണ്ട്, മാ ഖാല ആദമു ഫീ തൗബത്തിഹി, ആദം അലൈഹിസ്സലാം തൗബയിൽ പറഞ്ഞത് എന്തായിരുന്നു? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിജാഹി മുഹമ്മദിൻ അബ്ദിക വകറാമത്തിഹി അലൈക, അല്ലാഹുവേ നിന്റെ അടിമയാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാഹ് കൊണ്ട് അവിടുത്തെ കറാമത്ത് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, എന്റെ അബദ്ധം നീ എനിക്ക് മാപ്പ് ചെയ്തു തരണം എന്ന് ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നത് കാണാം, അന്തല്ലദീ ലമ്മാ തവസ്സല ആദമു മിൻ സല്ലത്തിൻ ബിക ഫാസ വഹുവ അബാക. നബിയെ, തങ്ങള് ആദം അലൈഹിസ്സലാം തങ്ങളെ കൊണ്ട് ദുആ ചെയ്തപ്പോൾ തങ്ങളുടെ പിതാവായിരിക്കെ തന്നെ ആദം അലൈഹിസ്സലാം തങ്ങളെ കൊണ്ട് ദുആ ചെയ്തപ്പോൾ ആ ദുആ കാരണമായിട്ട് ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാം വിജയിച്ചു എന്ന് ഇമാം അബൂ ഹനീഫ തങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആലയോട് ആദം അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ ചെയ്ത സംഭവം പല ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ബൈഹഖി തങ്ങൾ അവിടുത്തെ ദലായിലുൻ നുബുവയിലും ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം തങ്ങൾ അവിടുത്തെ ഗ്രന്ഥത്തിലുമൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ദൈർഘ്യം ഭയന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല റസൂലുള്ളാഹിനെ കൊണ്ട് വിജയിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.